വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിലെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? രേഷ്മ. സ്ഥലം? ബാലനഗർ. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ജോലിക്ക് വന്നു. എന്ത് ജോലിയാ? ആയുർവേദ കോളേജ്, ആയുർവേദ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. സാൻഡ്ര. സ്ഥലം? ഇവിടെ തന്നെ. വർക്ക് ചെയ്യുന്നില്ല. സ്ഥലം ഇവിടെ മലയങ്ക്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു കോഴ്സ്. എൻ്റെ പേര് ധനുഷ്, ശംഖോത്ത്, ഡിപ്ലോമ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് അറിയാവുന്ന ആൻസർ പറയുക. ക്ലൂസ് ഒരുപാട് തരും. ഓക്കെ, കുസൃതി ചോദ്യമൊക്കെ അറിയാവോ? കുറച്ചൊക്കെ അറിയാമല്ലേ? അപ്പോൾ എന്തായാലും ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. റെഡിയാണോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ, എത്ര കള്ളം പറഞ്ഞാലും അവൻ്റെ പേര് എല്ലാവരും ഡാഷ് എന്നേ വിളിക്കൂ. എന്താണ്? എത്ര കള്ളം പറഞ്ഞാലും അവൻ്റെ പേര് എല്ലാവരും ഡാഷ് എന്നേ വിളിക്കൂ. ഡാഷ്. എന്താണ് ആ ഡാഷ്? ഒരു പേരാണ്. ഒരു പേരാണ്. എത്ര കള്ളം പറഞ്ഞാലും, കള്ളം പറയാത്ത ആളിനെ നമ്മൾ എന്താ പറയുക? കള്ളം പറയാത്ത ആളിനെ എന്ത് വിളിക്കും? സത്യസന്ധൻ. അപ്പോൾ അതുമായിട്ട് സത്യസന്ധൻ എന്നുള്ള വാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേര് പറയാവോ? സത്യൻ അല്ല, കുറച്ചുകൂടെ അതിനകത്ത് സത്യൻ. സത്യൻ്റെ അകത്ത് ഒരു അക്ഷരം ഒരു ചിഹ്നവും കൂടിയുണ്ട്. കറക്റ്റ് ആൻസർ അല്ല. അല്ല. സത്യൻ. സത്യ ഡാഷ് ഇൻ. എന്താണ്? സത്യ ഡാഷ് ഇൻ. എത്ര കള്ളം പറഞ്ഞാലും അവന്റെ പേര് എല്ലാവരും ഡാഷ് എന്ന്. സത്യസന്ധൻ. സത്യസന്ധൻ അല്ല, അങ്ങനെ ഒരു പേരില്ല. വേറെ സത്യനേശൻ. വേറെ ക്ലൂ. ഇപ്പോൾ സത്യൻ എന്ന് പറഞ്ഞ ആൾക്ക് നമുക്ക് പോയിന്റ് കൊടുക്കാം അല്ലേ? സത്യവാൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, എങ്കിലും കുഴപ്പമില്ല. കറക്റ്റ് ആൻസർ എന്നോട് അടുത്ത് വരുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു പോയിന്റ് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ മധുരമുള്ള ഒരു നടിയുണ്ട്, ഏതാണെന്നറിയാം? ഹണി റോസ്. കറക്റ്റ് ആൻസർ ആണ്. ഹണി റോസിന്റെ ആളാണല്ലേ? അങ്ങനെ പറഞ്ഞത്? ഹണി റോസ് കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ 2 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മണമില്ലാത്ത പൂവ് ഏതാണ്? ഒരു പഴഞ്ചൊല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മണമില്ലാത്ത പൂവ്. മുല്ല. മുല്ല ഇവിടെയല്ലേ ആദ്യം പറഞ്ഞു? പറയുന്നത് ഞാൻ കേട്ടു. അതിനുശേഷമാണ് ഇവിടെ മുല്ല കേട്ടത്. അപ്പോൾ 3 ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ നിന്ന് കിട്ടി. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും നമ്മുടെ ഗേൾസിനെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു മാസമുണ്ട്, എന്നറിയാം? എല്ലാവരും ഗേൾസിനെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു മാസം, മലയാള മാസമാണ്. മലയാള മാസം എല്ലാം മാഡം മാത്രം അറിയാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തിന്നാൻ പറ്റുന്ന ഒരു ഫോണുണ്ട്, ഏതെന്ന് പറയാമോ? തിന്നാൻ പറ്റുന്ന ഫോൺ. ആപ്പിൾ കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ആപ്പിളാണ് കറക്റ്റ് ആൻസർ. നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാക്കയും കൊക്കും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്, എന്താണെന്നറിയാമോ? കാക്കയും കൊക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം. കാക്കയ്ക്ക് ഡാഷ് ഉണ്ട്, പിന്നെ കൊക്കിന് ഡാഷ് ഇല്ല. കൊക്കിന് നീളമുള്ള കാലുണ്ട്. അതല്ല, കാക്കയ്ക്ക് ഡാഷ് ഉണ്ട്. ചിഹ്നം. കാക്കയും കൊക്കും തമ്മിലുള്ള വ്യത്യാസം. ചിഹ്നങ്ങളുടെ വ്യത്യാസമുണ്ട്. അല്ല, അക്ഷരമല്ല. ഈ കാക്കയും കൊക്കും തമ്മിലുള്ള വ്യത്യാസം രണ്ടും കൂടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മതി. നിറത്തിലല്ല. ക്ലൂ പറഞ്ഞുതരാം. കാക്കയ്ക്ക് ഡാഷ് ഉണ്ട്, എന്നാൽ കൊക്കിന് ഡാഷ് ഇല്ല. എന്താണ് ആ ഡാഷ്? കാക്കയ്ക്ക് ഡാഷ് ഉണ്ട്, എന്നാൽ കൊക്കിന് ആ ഡാഷ് ഇല്ല. എന്താണ് ആ ഡാഷ്? ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇല്ല. എന്താ? ഈ ഡാഷ് എന്ന സ്ഥാനത്ത് കാക്കയും കൊക്കും ചേർത്ത് ആൻസർ കിട്ടും. കാക്കയ്ക്ക് കാക്കയുണ്ട്, കൊക്കിന് കൊക്കുണ്ട്. ഒന്നുകൂടെ തിരിച്ചു പറയും. തിരിച്ചു പറയും. കൊക്കിന് ഇവിടെ ആൻസർ ഏകദേശം എത്തി.
കാക്കയ്ക്ക് കാക്കയ്ക്ക് കാക്ക കാക്കയ്ക്ക് കായുണ്ട് കായുണ്ട് കൊക്കിന് അല്ല ആൻസർ എല്ലാം പോയി. കാക്കയ്ക്ക് കൊക്കുണ്ട്, കൊക്കിന് കാക്കില്ല, കാക്ക ഇല്ല. ഇതാണ് ഞാൻ പറയുന്നത്. കാക്കയ്ക്ക് കൊക്കുണ്ട്, കൊക്ക് മനസ്സിലായില്ലേ? അല്ല ഇത് തിരിച്ചല്ലേ പറഞ്ഞേ? അതാദ്യം കാക്കയ്ക്ക് കാക്കയുണ്ടെന്നാണ്. ആ അങ്ങനെ രണ്ടും കൂടെ ഓപ്പോസിറ്റ് ഒരേപോലെ പറഞ്ഞത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചില മാസങ്ങൾക്ക് 31 ദിവസം ഉണ്ടെന്നറിയാലോ. 28 ദിവസമുള്ള മാസം ഏത്? ഫെബ്രുവരി. എല്ലാ മാസവും 28. മാസം 28 ഉണ്ട്. ആൻസർ പറഞ്ഞു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മീശ മാധവൻ എന്ന സിനിമ കണ്ടിട്ടില്ലേ? അതിലെ മീശയില്ലാത്ത മാധവൻ ആരാണ്? മീശയില്ലാത്ത മാധവൻ. മീശ മാധവൻ എന്ന സിനിമയിൽ മീശയില്ലാത്ത മാധവൻ ആരാണ്? പറഞ്ഞ ഒരു രീതി നെസ്റ്റിങ്ങിനൊന്ന് ചരിഞ്ഞ് കാവ്യ മാധവൻ നാണാവുന്നു ആൻസർ പറയാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓടിക്കാൻ പറ്റാത്ത ഒരു വണ്ടിയുണ്ട്. ഏതെന്നറിയാമോ? ഓടിക്കാൻ പറ്റാത്ത വണ്ടി. ഓടിക്കാൻ പറ്റാത്ത വണ്ടി. ഓടിക്കാൻ പറ്റാത്ത വണ്ടി കഴിക്കുന്ന സാധനമാണ് നമ്മളൊക്കെ. ഓടിക്കാൻ പറ്റാത്ത വണ്ടി. വണ്ടി വരുന്ന എന്ത് സാധനമാണ് നമ്മൾ കഴിക്കുന്നത്? കശുവണ്ടി. കറക്റ്റ് ആൻസർ. 4 ക്വസ്റ്റിൻ്റെ ആൻസർ ആയി. യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാൻ 2 ക്വസ്റ്റിനേ ഉള്ളൂ. 2 ക്വസ്റ്റ്യൻ ഇല്ലല്ലേ? ഒറ്റ ക്വസ്റ്റിനേ ഉള്ളൂ. പതുക്കെ പറഞ്ഞാൽ മതി. ഇനി ആകെ ഒരൊറ്റ ക്വസ്റ്റിനേ ഉള്ളൂ. ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. തിരക്കുള്ള ഒരു റോഡിൽ ഡ്രൈവർ തെറ്റായ ദിശയിൽ പോകുന്നത് കണ്ടിട്ടും പോലീസ് ഒന്നും പറഞ്ഞില്ല. കാരണമെന്ത്? തിരക്കുള്ള ഒരു റോഡിൽ ഡ്രൈവർ തെറ്റായ ദിശയിലാണ് പോയത്. പക്ഷെ ഇത് പോലീസ് കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ല. വണ്ടിയിലല്ലല്ലോ പോയത്. എങ്ങനെ പോയി? വണ്ടിയിലല്ലല്ലോ പോയതെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ പോയത്? തിരക്ക് നടന്നു. പക്ഷെ വണ്ടിയിലല്ലല്ലോ പോയത്. അതൊരു ആൻസർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ കൊടുക്കാൻ പറ്റും. അപ്പോൾ 5 ക്വസ്റ്റിൻ്റെ ആൻസർ എന്തായിരുന്നു? പേര് രേഷ്മ. രേഷ്മ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയി രേഷ്മയാണ്. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയി രേഷ്മയാണ്. രേഷ്മയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെറിയൊരു സ്നേഹോപകാരമുണ്ട്. നൽകുന്നതിന് വേണ്ടി കേരള മൈനിങ് ആൻഡ് ക്രഷിംഗ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റായ ബാബു സാറിനെ ക്ഷണിച്ചോളുന്നു. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.